രോഗമുള്ള പശുവിനകത്ത് നീ പറ്റിയാ നോക്കിയാ അടിച്ച് ഞാൻ പല്ല് കുറച്ചളയും. കളിക്കുന്ന നീ. അതെ, ആ പശുവിന്റെ അടുത്ത് നിന്നൊരു പശുവായിരുന്നു രോഗം ഉണ്ടായിരുന്നത്. ഇതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആണോ? അപ്പൊ പിന്നെ മൃഗ ഡോക്ടറോട് വന്നിട്ട് പറഞ്ഞല്ലോടാ ഈ പശുവിന് രോഗമുള്ളതാണ്. അങ്ങനെ ഡെയിലി 6-7 ലിറ്റർ പശുവിന്റെ പാല് കറന്നോണ്ടിരുന്നേ. നീ എന്നോട് പറഞ്ഞ എന്താണ് 20 ലിറ്റർ പാല് കറക്കണമെന്നല്ലേ? 2-3 ദിവസം കൂടുമ്പോ 10-20 ലിറ്റർ കിട്ടൂലേ? നിന്റെ കോളി ഞാൻ എടുക്ക്. 1 മാസത്തെ അവധി എനിക്ക് തരണം. എന്തോ 1 മാസത്തെ? 1 മാസം പോയിട്ട് 1 മിനിറ്റിന്റെ അവധി കാശ് എടുക്കണ കളിക്കാതെ. ഒരു 10 ദിവസം കാശ് തരാം. ക്ലീറ്റസിനാണോ കളി പഠിപ്പിക്കണേ? രൂപ 10 ഉണ്ടേ. ഉടനെ എന്റെ അടുത്ത് കളിക്കരുത് നീ. ഏതായാലും കളിക്കുന്നവൻ ക്ലീറ്റസാരാ നമ്മൾ അറിഞ്ഞൂടാ. പിന്നെ കുറെ ദാമോദരന്മാരെ കണ്ടിട്ടുള്ള ആളായി ഞാൻ അല്ലേ? അവന്റെ ക്ലീറ്റസ് ആരാന്ന് കണ്ടോണി. ഇത് കണ്ട കൊണ്ടുപോയവൻ കാശ് അതേ കണക്ക് തിരിച്ചുകൊണ്ട് വന്നിട്ട് പോയിട്ടുണ്ടോ? 10,000 രൂപയെന്ന് പറയണത് അത് ഉണ്ടാക്കാൻ. പിന്നല്ലാതെ അവൻ ആരാ കാശ് തരണേ? കാശ് തന്നല്ലേ? കാശ് തന്നില്ലെങ്കിൽ അവൻ അറിയാം ക്ലീറ്റസ് ആരാന്ന്. ക്ലീറ്റസിന്റെ അടുത്തല്ലേ കളി. 10 ഉണ്ടോ? ഞാൻ എണ്ണിക്കൊണ്ടിരിക്കണേ. 10 ഉണ്ട്. 1 മാസത്തെ അവധി വേണോ എന്റെ അടുത്ത്? ഇടിക്കാണ്ട് എന്റെ പഴയ രീതി നിനക്ക് അറിയാലോ. അതൊക്കെ പിന്നെ മേടിക്കില്ലേ? പിന്നെ ഇമാതിരി തെമ്മടിത്തരം കാണിച്ചു അത് എന്റെ അടുത്ത്. ഇത്രയും പ്രമുഖനായി എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു സാധാരണക്കാരത്ത് എന്ത് കാണിക്കും? അതെ, ഇനിയൊരു പേടി ഉണ്ടാവും. ഇപ്പൊ ദില്ല സാധനത്തിന് എന്ത് ചെയ്യും? ഏത് നിക്കുന്ന അതിന് ദാമോദരൻ കൊണ്ടുപോയില്ല. ഇല്ല, കൊണ്ടുപോയില്ല. എന്താ ഇനി പരിപാടി? അതിപ്പോ എന്ത് ചെയ്യും? കുഴിച്ചിട്ടാലോ? ജീവനോടെയോ? പിന്നെ ഇപ്പൊ എന്താ ചെയ്യും? അത് തന്നെയാ ഞാൻ ചോദിച്ച എന്ത് ചെയ്യുംന്ന്. ഒരു കാര്യം ചെയ്യും. അപ്പൊ 10 രൂപ കിട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു 10 കൂടി ഒപ്പിച്ചു വെച്ചോ. 10 വെച്ചാ 20 കിട്ടുന്നല്ലേ? എന്തൊക്കെയാരെന്ന് മലപ്പുറം കത്തി വെയിരാജാവേ. നിങ്ങളുടെ കാര്യത്തിൽ 10 വെച്ചാൽ 20 കിട്ടുന്നല്ല, 10 വെച്ചാൽ 20 പോകും. അതുകൊണ്ട് ഇതിന്റെ കൂടെ ഒരു 10 കൂടി വെച്ചിട്ട് ആ പശു ഇന്നോ നാളെ ഒന്നും പറഞ്ഞു നിൽക്കുക. അതിനെ ശവടക്കിന് ഉപകരിക്കും.